ഹലോ ഗൈസ്, ഇന്നത്തെ ഒരു ഹെയർ കെയർ വീഡിയോ ആണ്. എൻ്റെ തലയിലെ താരനെ ഞാൻ എങ്ങനെയാണ് പോക്കുന്നത് എന്നുള്ളതാണ് ഞാൻ പറയണത്. എനിക്ക് ആ ഒരു പാക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയതിനെ കൊണ്ടാണ് എനിക്ക് താരൻ വരുന്ന ടൈമിലൊക്കെ ഞാനിത് അപ്ലൈ ചെയ്യാറുമുണ്ട്. അപ്പോൾ ട്രിപ്പൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം നല്ല രീതിക്ക് തലയിൽ താരനുണ്ട്. നല്ല രീതിക്ക് എന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് ആ താരൻ്റെ അത് കൂടുതലായതിനെ കൊണ്ട് തന്നെ നെറ്റിയിലും അതേപോലെ തന്നെ ഫേസിലും പിമ്പിൾസൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ എന്തായാലും ഇനിയിപ്പം ഈ വീക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യാൻ വിചാരിച്ചത്. കാരണം അവിടെ ഹോസ്റ്റലിലാവുന്ന ടൈമിൽ എനിക്ക് ഈ സാധനങ്ങളൊന്നും കിട്ടില്ല. പിന്നെ അവിടെ നിന്ന് ചെയ്യാനും കുറേ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ട് എന്തായാലും വിചാരിച്ചാണ്ട് ചെയ്യണം. നമ്മളിത് ചെയ്യുന്ന ടൈമിൽ ഒരു ശനിയാഴ്ചയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. കാരണം ഈ ഉലുവേൻ്റെ സ്മെല്ലൊന്നും എല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ ഇതിൽ നമ്മൾ ഉലുവ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ശനിയാഴ്ച നമ്മളിത് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞായറാഴ്ച ഒന്നും ഇവിടെ ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഉലുവേൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ പോയിക്കോളും. അങ്ങനെ ഞാൻ ഫസ്റ്റ് തന്നെ നല്ല രീതിക്ക് തലയിൽ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഹെയർ ആദ്യം നന്നായിട്ട് ഡീടാങ്കിൾ ചെയ്യണം. അത് ചെയ്തതിന് ശേഷം ഓരോ ഭാഗത്തും ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന ടൈമിലൊക്കെ എനിക്ക് നല്ല രീതിയിൽ ഹെയർ ഫോൾസ് വരുന്നുണ്ട്. കണ്ടോ, ഓരോ നേരവും ഇങ്ങനെ എനിക്ക് ഹെയർ പോകുന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ, ഈ ഫുൾ കൊഴിഞ്ഞു പോയല്ലോ എന്ന്. അങ്ങനെ ഹെയറിൽ ഓയിൽ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തത് ഇപ്പം ഇങ്ങനെയാണ് അവസ്ഥ. ഈ അടിയിൽ ഇങ്ങനെ കട്ട കുത്തി നിൽക്കുന്നത്. ഇപ്പോഴാണ് എൻ്റെ ഹെയറിൽ അങ്ങനെ ഒരു കട്ട കുത്തി ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയത്. എന്താണെന്നുള്ളതുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഇത്രയും ഹെയർ എനിക്ക് കിട്ടി. ഇനി ഹെയർ വാഷ് ചെയ്യുന്ന ടൈമിൽ ഇനിയും വരും എനിക്ക് ഹെയർ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പാക്ക് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് ഉലുവയാണ്. 1 സ്പൂൺ ഉലുവയാണ് ഞാനെടുത്തത്. കഞ്ഞിവെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. പിന്നെ തൈര് 2 സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ചെമ്പരത്തീൻ്റെ ഇലയും ചെമ്പരത്തീൻ്റെ പൂവും കറ്റാർവാഴയാണ് വേണ്ടത്. ഈ ഉലുവ ഞാൻ കഞ്ഞിവെള്ളത്തിലാണല്ലോ മുക്കി വെച്ചത്. തലേ ദിവസം ഞാൻ മുക്കി വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് കഞ്ഞിവെള്ളം എടുക്കുന്നുള്ളൂ. എന്നിട്ട് ഈ പാത്രത്തിലേക്ക്, അതായത് തൈരിലേക്ക് അത് ഒഴിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഈ ചെമ്പരത്തിയൊക്കെ ഞാൻ കഴുകി വെച്ചതാണ്. അതിൻ്റെ ആ ഞെട്ട് കളഞ്ഞിട്ട് ചെമ്പരത്തിയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നതാണ് ചെമ്പരത്തീൻ്റെ ഇല. അതും ഞാൻ നല്ല രീതിയിൽ കഴുകി വെച്ചാണ്. ഇപ്പോൾ വേനലായതിനെ കൊണ്ട് തന്നെ എല്ലാത്തിനും നല്ല പൊടി കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ അതും നല്ല രീതിക്ക് കഴുകി കണ്ടുവച്ചതാണ്. അത് ഞാൻ നല്ല രീതിക്ക് കഴുകിയിട്ട് അതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ ഞാൻ യൂസ് ചെയ്ത് കറ്റാർവാഴയാണ്. ഒറിജിനൽ കറ്റാർവാഴ കിട്ടുകയാണ്, നാടൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അതെടുക്കാം. പിന്നെ തലയിലേക്ക് തണുപ്പ് പറ്റാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കറ്റാർവാഴ സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അങ്ങനെ കറ്റാർവാഴ ഇതിലേക്ക് ആ മഞ്ഞ സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഇടാം. ചിലർ കാണാം കറ്റാർവാഴ ഇങ്ങനെ കട്ട് ചെയ്ത് തൊലിയോട് കൂടെ ഇടുന്നത്. ഞാനങ്ങനെ തൊലിയോട് കൂടെ ഇട്ടിട്ടില്ല. എനിക്ക് ഇട്ടാൽ എന്തെങ്കിലും വരുമോ എന്നുള്ളതും അറിയില്ല. ഞാൻ ഈ രീതിയിലാണ് ഞാൻ യൂസ് ചെയ്യാറ്. അപ്പം ഇങ്ങനെ നമ്മളുടെ പാക്ക് നല്ല രീതിയിൽ അരച്ചെടുത്തു. ഇതിങ്ങനെ ലൂസായി നിൽക്കുന്നതിന് നോക്കണ്ട. ഉലുവ ഉള്ളതിനെ കൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇത് തിക്കായിട്ട് വരും. കണ്ടോ, ഈ ഒരു കുറച്ച് സമയം കൊണ്ട് തന്നെ നല്ല രീതിയിൽ തിക്കായിട്ട് വന്നു. അപ്പം നേരത്തെ ഞാൻ ഓയിൽ അപ്ലൈ ചെയ്തിട്ടതിനെ കൊണ്ട് പിന്നെ ഞാൻ ഈ പാക്കിലേക്ക് ഓയിൽ കാര്യങ്ങളൊന്നും ഒഴിച്ചില്ല. ഡയറക്റ്റ് പാക്ക് തലയിൽ ഇടായിരുന്നു ചെയ്ത്. സെക്ഷനായിട്ട് ഞാൻ ഫുൾ തലയിൽ തേച്ച് പിടിപ്പിക്കുക ചെയ്തത്. ഓരോ ഭാഗം ഇങ്ങനെ എടുത്തിട്ട് തന്നെ നമ്മൾ തേച്ച് പിടിപ്പിക്കണം. എന്നാലേ അത് നമ്മളെ തലയിൽ നല്ല രീതിയിൽ പിടിക്കുകയുള്ളൂ. അങ്ങനെ ഞാൻ ഓരോ സെക്ഷനായിട്ടും ഇങ്ങനെ തേച്ച് പിടിക്കുക. ഇതേപോലെ തന്നെ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണേ. എനിക്ക് ഓയിൽ അങ്ങനെ അപ്ലൈ ചെയ്യാൻ മടിയാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാഞ്ഞത്. ഓരോ ഭാഗമായിട്ടും നമ്മൾ ഈ പാക്ക് മെല്ലെ അതിലേക്ക് ഇടണം. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം. ഒരിക്കലും ഒരു ഈസി ടിപ്പല്ല. അത്യാവശ്യം നല്ല രീതിയിൽ പണിയെടുക്കണം. അപ്പോൾ മടിയന്മാർ ഒരിക്കലും ഈ ടിപ്പിലേക്ക് വരണ്ട. കാരണം നമുക്ക് മടിയുള്ള ഒരാൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്താ ഞാൻ ചെയ്യൽ എനിക്ക് മടിയുള്ള ടൈമിൽ. ഇതിലെന്താണെന്ന് വെച്ചാൽ നമുക്ക് കഴുകി കളയാനാണെന്നുണ്ടെങ്കിലും ഈ സാധനങ്ങൾ അരച്ച് പിടിച്ച് തലയിൽ തേക്കാനാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല മടിയല്ലേ. അപ്പം അത് മടിയുള്ള ആരും ഇത് ട്രൈ ചെയ്യേണ്ടെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. ഇത് കുറച്ച് നേരം തലയിലൊക്കെ അങ്ങനെ വെച്ച് പിടിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യാനുണ്ട്. പിന്നെ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ആയതിനെ കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതിന് റിസൾട്ട് കിട്ടുമല്ലോ കേട്ടോ. അതും ഞാൻ പറയാം. ഇത് നമ്മൾ വീക്കിലിയൊക്കെ യൂസ് ചെയ്തിട്ട്, അതായത് താരനൊക്കെ അങ്ങനെ പെട്ടെന്നൊന്നും നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ അത്യാവശ്യം നല്ലൊരു മാറ്റം ഉണ്ടാവും. പക്ഷേ കംപ്ലീറ്റ് താരൻ അങ്ങനെ പോകുമൊന്നുമില്ല. അതും ഞാൻ ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട്. പക്ഷെ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട്, അതായത് വീക്കിലി വൺസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഹെയർ ഗ്രോത്തിനും അതേപോലെ തന്നെ ഹെയർ സ്ട്രെങ്തൻ ആക്കാനും ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു പാക്കാട്ടത്. എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഞാൻ യൂസ് ചെയ്തിട്ട് പിന്നെ താരനും നല്ല രീതിയിൽ കുറഞ്ഞു കാണും. അങ്ങനെ ഞാനിതെല്ലാം ഹെയറിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഞാൻ ഇങ്ങനെ മറ്റേ കൊണ്ട കെട്ടി വെക്കുക ചെയ്യുക. അങ്ങനെ കെട്ടി വെച്ചാൽ കുറച്ച് നേരം അതവിടെ നിന്നോളും. അങ്ങനെ അഴിഞ്ഞു പോരോ കാര്യങ്ങളൊന്നുമില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ഹെയറിൻ്റെ പുറം ഭാഗത്ത് ഈ പാക്ക് അപ്ലൈ ചെയ്തിടും.
അതങ്ങനെ എന്തിനാ ചെയ്തിടണം എനിക്കറിയില്ല. അങ്ങനെ ചെയ്തിടുമ്പോൾ ബാക്കി പാക്കിലേക്ക് ഇങ്ങനെ ഇറങ്ങി മെല്ലെ വന്നോളും അതൊക്കെ എന്നുള്ളൊരു ഇതിലാണ് ഞാൻ തേച്ചിടുന്നത്. ഫുൾ ഞാൻ കംപ്ലീറ്റ് തേക്കും എല്ലാ ഭാഗത്തും, ഈ ഹെയർ കൊണ്ട കെട്ടിയ ഭാഗത്തും എല്ലായിടത്തും നല്ല രീതിയിൽ ഈ ഹെയർ പാക്ക് ഞാൻ തേച്ചിടുകയാണ്. ഈ പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മളുടേതായിട്ടുള്ള എന്ത് കാര്യങ്ങളും ചെയ്യാം. സ്കിൻ കെയർ ആണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ പെഡിക്യൂർ. ഇപ്പം ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീട്ടിൽ വന്നാലാണ് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യുക. അപ്പം ഇങ്ങനെ ഈ ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കാണെന്നുണ്ടെങ്കിലും ഈ സാധനം തലയിൽ അപ്ലൈ ചെയ്തിട്ട് ബാക്കി ഇനി പെഡിക്യൂറോ അല്ലെങ്കിൽ സ്കിൻ കെയർ എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ അമ്മമാർക്കാണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ഇത് തലയിൽ തേച്ചിട്ടിട്ട് കുക്കിങ്ങോ കാര്യങ്ങളൊക്കെ ചെയ്ത് അത് കഴിയാനാകുമ്പോഴത്തേക്ക് തന്നെ നമ്മളുടെ ഹെയറിലേക്ക് ഇതെല്ലാം സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിത് വാഷ് ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ. അങ്ങനെ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഹെയർ ഇങ്ങനെയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ബൗൺസ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ലേ? അതേപോലെ തന്നെ നല്ല സോഫ്റ്റും ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. ഹെയർ നമുക്ക് പിടിച്ചാൽ പിടിച്ചോടത്ത് നിൽക്കാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ ഈ ഡാൻഡ്രഫ് കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഈ പാക്ക് ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കൂ. അഥവാ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലോ, ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളുടെ ഹെയർ ഒന്ന് സ്ട്രെങ്തൻ ആവാനും ഈ ഡാൻഡ്രഫ് പോകാനും അതേപോലെ തന്നെ ഹെയർ ഗ്രോത്തിനൊക്കെ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നൊരു പാക്കാണിത്. ഈ കൊറോണ ടൈമിൽ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ പാക്കായിരുന്നു. പിന്നെ കൊറോണയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ തന്നെയാണ് എൻ്റെ ഹെയറിൽ ഓരോ കെമിക്കലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഹെയർ നല്ല രീതിയിൽ കൊളാക്കിയത്. പക്ഷേ ഇപ്പം ഞാൻ രണ്ടാമതും ഹെയർ കെയർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പം ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാനിവിടെ ആഡ് ചെയ്യുക കൊറോണ ടൈമിലുള്ള എൻ്റെ ഹെയർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.